ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഈ ചിരിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലതരം ചിരികളുണ്ട് അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു പുഞ്ചിരിയല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് വരുന്ന ആ പുഞ്ചിരിയുടെ ആ അർത്ഥഭാവമല്ല മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് വരുന്ന പുഞ്ചിരിക്ക്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖത്ത് വരുന്ന ചിരി, വിശന്ന് പൊരിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞിന് അമ്മ മുല കൊടുക്കുന്നു അല്ലേ? ആ മുല കുടിച്ച ശേഷം ആ ഒരു സന്തോഷത്തോടുള്ള, വയറ് നിറഞ്ഞ ആ ഒരു സംതൃപ്തിയോട് കൂടിയുള്ള ഒരു ചിരിയുണ്ട്. ആ കൊച്ചു കുഞ്ഞിൻ്റെ ഒരു പാൽപുഞ്ചിരി, അതും ചിരിയാണ്. അതേസമയത്ത് പല കള്ളത്തരങ്ങളും കാര്യങ്ങളും മറക്കാൻ വേണ്ടി, മറച്ചു പിടിക്കാൻ, മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിരിക്കുന്ന ചിരി, അതും ചിരിയാണ്. അത് കപടമായ ചിരിയാണ്. സ്വന്തം മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ മറച്ചു വെച്ച് എല്ലാവരും മുമ്പിലും കൈ കൂപ്പി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ ചിരി എല്ലാവരോടുള്ള സൗഹൃദം കൊണ്ട് ചിരിക്കുന്നതാണോ? അല്ല, വോട്ടിന് വേണ്ടിയുള്ള ചിരിയാണ്. അതുപോലെ പ്രേമപൂർവ്വം തൻ്റെ കാമുകിയെ നോക്കുന്ന ആ കാമുകന്, അല്ലെങ്കിൽ കാമുകനെ നോക്കുന്ന കാമുകിയുടെ മുഖത്ത് വരുന്ന ഒരു ശൃംഗാര പുഞ്ചിരി, അതൊരു പ്രേമ പുരസ്സരം നൽകുന്നൊരു പുഞ്ചിരിയാണ്. അതും ഒരു പുഞ്ചിരിയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിരിച്ച് തൊഴുതു നിൽക്കുമ്പം ആ ചിരിയും അതും ഒരു ചിരിയാണ്. അതിൻ്റെ ഒരുപക്ഷെ നിങ്ങൾക്ക് കരുതാം എൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള ചിരിയായിരിക്കാം, കാര്യം നേടാനുള്ള ചിരിയായിരിക്കാം. അപ്പം പല വിധത്തിൽ നമുക്ക് ചിരിയെ കാണാം. കാരണം എല്ലാ ചിരികളും ഒരുപോലെയല്ല, ഒക്കെ പല അർത്ഥങ്ങളുള്ള ചിരികളായി മാറുന്നുണ്ട്. അപ്പോൾ ഈ ചിരികളെ ഒക്കെ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഒരു ആളോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ചിരി ഒരുപക്ഷെ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ആക്കിയ ചിരിയാവാം. ഒരു പുച്ഛഭാവത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ അതൊരു പുച്ഛഭാവത്തെ കണ്ടിട്ട് ചിരിക്കുന്ന ആ ഒരു ചിരി, അതും പുച്ഛരസം കവർന്ന ഒരു ചിരി തന്നെയാണ്. നിങ്ങൾ എങ്ങനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഓരോ ചിരികളും കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുമോ ഈ ചിരി ഇന്ന അർത്ഥത്തിലാണെന്നുള്ളത്? അതിനാണ് മനുഷ്യന് വിശേഷ ബുദ്ധി കൊടുത്തിരിക്കുന്നത്. പല നിഷ്കളങ്കരായ ആളുകളുണ്ട്. നമ്മൾ എന്തു പറഞ്ഞാലും നിഷ്കളങ്കമായി ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ള ചിരിയും നമ്മുടെ ഈ ലോകത്തിലുണ്ട്. ചിരികളെ തമ്മിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പലതരം ചിരികളാണ്. മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു യന്ത്രം ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ നുണ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസുകാർ പ്രയോഗിക്കുന്ന പല മാനസിക പരീക്ഷണങ്ങളുണ്ട്, മനസ്സ് കണ്ടുപിടിക്കാൻ. അതൊക്കെ കുറേ ശതമാനത്തോളം ശരിയായിരിക്കാം, എങ്കിലും കൃത്യമായി കണ്ടുപിടിക്കാൻ ഇന്നും മനുഷ്യൻ തോറ്റിരിക്കുന്നു. ആ ചിരി നമുക്ക് വേണ്ട. നമുക്ക് നിഷ്കളങ്കമായ, എല്ലാവരോടും സൗഹൃദം നിലനിർത്തിയുള്ള മനോഹരമായ ഒരു ചിരിക്കാം. എന്തായാലും ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് എപ്പോഴും വിടരട്ടെ. കാരണം ആ പുഞ്ചിരി കണ്ടാൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാനും പെരുമാറാനും തോന്നും. എപ്പോഴും മുഖം ക്രൂരമായിട്ടോ അല്ലെങ്കിൽ ദുഃഖമായിട്ടോ വെക്കുന്നതിൽ അർത്ഥമില്ല. ജീവിതത്തിനെ പോസിറ്റീവായി കാണുക, എപ്പോഴും പുഞ്ചിരിക്കുക, എപ്പോഴും സന്തോഷമായി നടക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു പുഞ്ചിരിയോടെ ഞാനും നിർത്തട്ടെ.